റിച്ചിയും ബെന്നിയും തിരികെ വന്നപ്പോൾ മത്തായിച്ചൻ കാര്യം തിരക്കി. ബെന്നി ഡോക്ടർ പറഞ്ഞതെല്ലാം മത്തായിച്ചന് പറഞ്ഞു കൊടുത്തു. ട്രിപ്പ് തീർന്നാലല്ലേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങളിവിടെ ഉണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് പോകുക. വീടെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ജോലിക്കൊരു സ്ത്രീയെ വെക്കണം. അതെന്തിനാ? പുറത്തുനിന്ന് ഫുഡ് ഒരുപാട് കഴിക്കണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പിന്നെ ഇനി 2 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും വീട്ടിൽ വേണം. ഞാൻ മത്തായിച്ചന് ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് വരാം. പിന്നെയും മത്തായിച്ചന് പോയി കഴിഞ്ഞ് റിച്ചി ഒരു ചെയർ എടുത്തിട്ട് മരിയയ്ക്ക് അരികിലിരുന്നു. പതുക്കെ മരിയയുടെ നെറ്റിയിൽ തലോടി. കുറച്ചു നേരം മരിയയുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. റിച്ചിയുടെ കൈകൾ മരിയയുടെ വയറിന് മുകളിലെത്തി. പതിയെ അവിടെ തലോടിക്കൊണ്ട് ടോപ്പിന് പുറത്തുകൂടി റിച്ചി മരിയയുടെ വയറിൽ ചുണ്ടുകൾ അമർത്തി. കുറച്ച് സമയത്തിന് ശേഷം ബെന്നി തിരിച്ചെത്തി. 2 മണിക്കൂറുകൾക്ക് ശേഷം മരിയ കണ്ണു തുറന്നു. റിച്ചി പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സിസ്റ്റർ മരിയയുടെ കയ്യിൽ നിന്നും ക്യാനുല ഊരി കൊടുത്തു. വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് ഡോക്ടർ മുറിയിൽ നിന്നും പോയി. നമുക്ക് ഇറങ്ങിയാലോ? ബെന്നി ചോദിച്ചതും മരിയ തലയാട്ടി. ബെന്നി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും തൻ്റെ അടുത്തിരുന്ന റിച്ചിയെ പാടെ അവഗണിച്ചുകൊണ്ട് മരിയ ബെന്നി വിളിച്ചു. ബെന്നിച്ചായ, എന്താ എന്നെ ഒന്ന് പിടിക്കാമോ? ഈ ബെഡിന് കുറച്ച് പൊക്കം കൂടുതലാണ്. എനിക്ക് തനിയിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ബെന്നി റിച്ചിയെ ഒന്ന് നോക്കി. റിച്ചി ബെന്നിയെ കണ്ണുകൾ ചിമ്മി കാട്ടി. അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതും മത്തായിച്ചൻ ഡോർ തുറന്നു കൊടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. അവരുടെ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് വന്ന പെൺകുട്ടിയെ മരിയ സംശയത്തോടെ നോക്കി. അതുകൊണ്ട് മത്തായിച്ചൻ പറഞ്ഞു, മോൾക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അടുക്കളയിൽ ജോലിക്ക് നിർത്തിയതാ. മോൾക്ക് കഴിക്കാനെടുക്ക്. മത്തായിച്ചൻ പറഞ്ഞതും ആ പെൺകുട്ടി അടുക്കളയിലേക്ക് പോയി. മരിയ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നു. ചൂടുള്ള കഞ്ഞിയും പയറുതോരനും കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊന്ന് തലയുയർത്തി നോക്കിയ മരിയ കാണുന്നത് കണ്ണിമ വെട്ടാതെ എങ്ങോട്ടും നോക്കി നിൽക്കുന്ന കല്യാണിയാണ്. കല്യാണി നോക്കുന്ന ഭാഗത്തേക്ക് മരിയയും ഒന്ന് നോക്കി. ഒരു ഷോർട്ട് സ്ലീവും ലൈറ്റ് ബ്ലാക്ക് കളർ ബനിയനും ഇട്ട് സ്റ്റൈലിൽ കണ്ണടച്ചിരിക്കുന്ന റിച്ചിയാണ്. ബെന്നിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കല്യാണിയെ. കണ്ണെടുക്കാതെ റിച്ചിയെ തന്നെ നോക്കിയിരിക്കുവാണ് കല്യാണി. ഇത് കണ്ട് മരിയയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു. എനിക്ക് മതി. ദേഷ്യത്തോടെയുള്ള മരിയുടെ അലർച്ച കേട്ട് റിച്ചി ഞെട്ടി എഴുന്നേറ്റു. മരിയയ്ക്ക് അരികിലെത്തി. കല്യാണി ഞെട്ടി മരിയയെ നോക്കിയതും തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന മരിയയെ കണ്ട് തല താഴ്ത്തി ഡൈനിങ് ടേബിളിൽ നിന്ന് പാത്രങ്ങളും എടുത്ത് അവൾ അടുക്കളയിലേക്ക് പോയി. എന്താ മരിയ, എന്തു പറ്റി? എന്തെങ്കിലും വയ്യേ? മരിയ റിച്ചി ഒന്ന് തുറച്ചു നോക്കി. എനിക്കൊന്ന് കിടക്കണം. വാ, നമുക്ക് റൂമിലേക്ക് പോകാം. ബെന്നിച്ച, താഴെ റൂമില്ലേ? ആ റൂം ഫ്രീ ആണ്. ബെന്നി സ്റ്റെയറിങ്ങിന് തൊട്ടടുത്തായി കാണുന്ന റൂം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. മരിയ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടന്നതും റിച്ചി കയ്യിൽ കയറി പിടിച്ചു. മരിയ പെട്ടെന്ന് തന്നെ റിച്ചിയുടെ കൈകൾ തട്ടിയെറിഞ്ഞു. തൊട്ടു പോകരുതെന്നെ, റിച്ചി ദയനീയമായി അവളെ വിളിച്ചു. വിളിക്കണ്ട, നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കണ്ട. നിറഞ്ഞു തുളുമ്പാറായ കണ്ണുകളെ ശാസ്ത്രയോടെ പിടിച്ചു നിർത്തി മരിയ റൂമിലേക്ക് കയറി ഡോർ ശക്തിയിൽ വലിച്ചടച്ചു. റിച്ചി, സാരമില്ലടാ, ഞാൻ ഇതെല്ലാം നേരത്തെ പ്രതീക്ഷിച്ചതാ. ബെന്നിക്കൊരു ഭംഗിയ ചിരി നൽകി റിച്ചി മുകളിലേക്കുള്ള സ്റ്റെയർ കയറി. റിച്ചി, നീ ഒന്നും കഴിക്കുന്നില്ലേ? ഇന്നിനി എനിക്കൊന്നും വേണ്ട. കഴിക്കാൻ എടുക്കട്ടെ? പുറകിൽ നിന്ന് കല്യാണിയുടെ ശബ്ദം കേട്ട് ബെന്നി തിരിഞ്ഞു നോക്കി. വേണ്ട, ദേഷ്യം നിറഞ്ഞിരുന്ന ബെന്നിയുടെ സ്വരത്തിൽ. കല്യാണി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. അവൾക്ക് എത്ര വയസ്സുണ്ട് മത്തായിച്ച? 26. വന്ന് കയറിയപ്പോൾ തന്നെ അവളുടെ കണ്ണ് റിച്ചിയിലാണ്. ഇങ്ങനെ പോയാൽ അവൾ അധിക ദിവസം ഇവിടെ കാണില്ല. കല്യാണി പോയ വഴിയെ നോക്കി ബെന്നി പറഞ്ഞു. റിച്ചി റൂമിലേക്ക് പോയെന്ന് ഉറപ്പായതും മരിയ പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സെറ്റിൽ കണ്ണിന് മുകളിൽ കൈവച്ച് ചാരിയിരിക്കുകയാണ് ബെന്നി. ബെന്നിച്ച, മരിയെ വിളിക്കുന്നത് കേട്ട് ബെന്നി കണ്ണുകൾ തുറന്ന് നോക്കി. എന്തെങ്കിലും വേണോ? ഞാനിവിടെ ഇരുന്നോട്ടെ? അത് കൊള്ളാം, നല്ല ചോദ്യം. ഇത് നിന്റെ വീടാൻ. ഈ വീട്ടിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മരിയ ഒന്ന് ചിരിച്ചുകൊണ്ട് ബെന്നിക്ക് അടുത്തേക്കിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദേഷ്യമാണോ റിച്ചിയോട്? അതെ, ദേഷ്യമാണ്. അതൊരിക്കലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിനല്ല, മനസ്സിലുള്ള ഇഷ്ടം മറച്ചു വെച്ച് സ്വയം വേദനിച്ചതിന്. എനിക്കറിയാം ആ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹമാണെന്ന്. പ്രണയം നിറഞ്ഞ ആ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്നിട്ടും എല്ലാം എന്നോട് മറച്ചു വെച്ചു. അവൻ സ്വയം എടുത്ത തീരുമാനമല്ല അത്. ബെന്നി മരിയോട് റിച്ചിയെ മായ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ബെന്നിച്ച, ഇച്ചാൻ്റെ കൈക്ക് എന്ത് പറ്റിയതാ? നീ പോയതിനു ശേഷം അവൻ സ്വബോധത്തോടെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് മടങ്ങി വന്ന അന്ന് കുടിച്ച് ബോധമില്ലാതെ വീണത് പൊട്ടിയ കുപ്പിയുടെ മുകളിലാണ്. അങ്ങനെ മുറിഞ്ഞതാ. ഒരുപാട് വേദനിച്ചു കാണില്ലേ എൻ്റെ ഇച്ചായന്? വേദനിച്ചു. കയ്യിൽ മുറിവല്ല, അവൻ്റെ മനസ്സ്. മരിയ എന്നവൻ ബോധമില്ലാതെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് നിന്നെ ഓർത്ത്. നീ അവനെ അംഗീകരിക്കുമോ എന്നോർത്ത്. എൻ്റെ ഇച്ചായനെ എനിക്ക് നന്നായി അറിയാം. ഒരിക്കലും ഞാൻ തനിച്ചാക്കില്ല എൻ്റെ ഇച്ചായനെ. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാനുള്ളത് എൻ്റെ ഇച്ചായനും കുഞ്ഞും മാത്രമാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താ ബെന്നിച്ച? സത്യത്തിൽ നീ ആരാ? എന്താ നിന്റെ പേര്? നിന്റെ വീട് എവിടാ? ആരൊക്കെയുണ്ട് വീട്ടിൽ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ് ബെന്നിച്ച. രക്ഷപ്പെട്ട് ഓടിയതാ ഞാൻ ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും. ആരാ അയാൾ? അറിയില്ല. അച്ഛനാണെന്ന് ഞാൻ വിശ്വസിച്ചത്, പക്ഷെ അല്ല, വെറും മൃഗമാണ് അയാൾ. നിന്റെ യഥാർത്ഥ പേരെന്താണ്? പറയാം. എന്നെക്കുറിച്ചും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. ഇപ്പോഴല്ല, എൻ്റെ ഇച്ചായൻ കൂടെയുള്ളപ്പോൾ. റിച്ചിയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? കുറച്ച് വേദനിക്കട്ടെ. എന്നെ കുറെ വേദനിപ്പിച്ചതല്ലേ? അത് ചെകുത്താനാണ് മോളെ.
ആ ചെകുത്താൻ എൻ്റെ മുന്നിലൊരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ബെന്നിച്ച. ഒരുപാടൊന്നും വേദനിപ്പിക്കലേ അവനെ. എൻ്റെ റിച്ച് പാവമാണ്. പിന്നെ ഒരു പാവം. കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് നിൻ്റെ ഇച്ചായൻ പാവമാണെന്ന്. എല്ലാം കുറേശ്ശെ ഉണ്ട്. ഇന്ന് ഉറക്കം കളഞ്ഞ് ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ബെന്നിച്ച. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ. ആ ചെകുത്താൻ എങ്ങാനും ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയതിന് കിട്ടുന്നത് എനിക്കായിരിക്കും. ഓ, ഞാൻ കാരണം ഇനി ബെന്നിച്ച വഴക്ക് കേൾക്കണ്ട. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ് ബെന്നിച്ച. ഓക്കെ, ഗുഡ് നൈറ്റ്. മരിയ രാവിലെ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നപ്പോൾ കല്യാണി സിറ്റോളിൽ നിൽക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് പോയി. ഒരു നിമിഷം പുറത്തെ കാഴ്ചയിൽ മരിയയെ നോക്കി നിന്നു. ഗാർഡൻ ഏരിയയിൽ ഇളംവെയിലുള്ള സ്ഥലത്ത് പുഷപ്പ് എടുക്കുകയാണ് റിച്ചി. ഷർട്ട്ലെസ് ആയതുകൊണ്ട് തന്നെ ജിംബോഡി നല്ല വ്യക്തമായി കാണാം. പുഷപ്പ് എടുത്ത് ഉയർന്നു താഴുമ്പോൾ റിച്ചിയുടെ കഴുത്തിലെ സ്വർണ്ണമാലയിൽ സൂര്യരശ്മികൾ തട്ടിത്തെറിക്കുന്നുണ്ട്. റിച്ചിയെ തന്നെ നോക്കി നിന്നപ്പോഴാണ് മരിയ കല്യാണിയുടെ കാര്യം ഓർത്തത്. മരിയ കല്യാണിയെ നോക്കിയപ്പോൾ അവൾ റിച്ചിയെ തന്നെ നോക്കി നിൽക്കുവാണ്. എന്താ ഇവിടെ? മരിയയുടെ ശബ്ദം കേട്ട് കല്യാണി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ എന്ത് നോക്കി നിൽക്കുവാണെന്ന്. അത് പിന്നെ ഞാൻ ഇച്ചായന് ആരാടി നിന്റെ ഇച്ചായൻ? അത് പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. തന്നെ ഇവിടെ എന്തിനു കൊണ്ടുവന്നോ താൻ ആ ജോലി മാത്രം ചെയ്താൽ മതി. ഇതുപോലത്തെ പ്രവർത്തനവുമായി ഇനി എൻ്റെ ഭർത്താവിൻ്റെ പുറകെ ഞാൻ കണ്ടാൽ പ്രായത്തിന് എന്നേക്കാൾ മുതിർന്നതാണെന്ന് ഞാനങ്ങ് മറക്കും. ആ ചായ ഇങ്ങ് കൊണ്ടുവാ. മരിയ കല്യാണിൻ്റെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങി. കല്യാണി അകത്തേക്ക് പോയത് മരിയ റിച്ചിയെ നോക്കി. അവിടെ നടന്നൊന്നും അറിയാതെ ഇച്ചായൻ തൻ്റെ കലാപരിപാടി തുറന്നുകൊണ്ടിരുന്നു. റിച്ചിയെ കാണുമ്പോൾ മരിയയ്ക്ക് കല്യാണിയുടെ നോട്ടമാണ് ഓർമ്മ വരുന്നത്. മരിയ ദേഷ്യത്തിൽ കയ്യിലെ ചായക്കപ്പ് താഴേക്ക് വലിച്ചെറിഞ്ഞു. ശബ്ദം കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ മരിയ റിച്ചി ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി. ചായക്കപ്പ് പൊട്ടിയ സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മരിയ അകത്തേക്ക് വന്നു. എന്തായാലും പുറത്തൊരു സൗണ്ട് കേട്ടത്? ഒരു ചായക്കപ്പ് പൊട്ടിയതാ. റിച്ചിയാണോ? അതെന്താ, ഞാനറിഞ്ഞ കപ്പ് പൊട്ടില്ലേ? രാവിലെ രണ്ടും കൂടെ ഉടക്കിയോ? ഇച്ചായനൊന്നും ചെയ്തില്ല. പിന്നെ ഇന്നലെ വന്ന പിശാശില്ലേ, അവൾക്ക് ഇച്ചായനെ കാണുമ്പോൾ നോക്കി നിന്നില്ലെങ്കിൽ പറ്റില്ല. തീരെ കുശുമില്ലല്ലോ നിനക്ക്. ഇച്ചായൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പോസിറ്റീവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ പിശാശ അധികം നാൾ ഇവിടെ ഉണ്ടാവില്ല. മരിയ അതും പറഞ്ഞ് റിച്ചിയുടെ റൂമിലേക്ക് പോയി. റിച്ചി അപ്പോഴാണ് അകത്തേക്ക് വന്നത്. മരിയയ്ക്ക് എന്ത് പറ്റി പിന്നെ? അവൾക്ക് എന്ത് പറ്റാൻ? രാവിലെ ഒരു ചായക്കപ്പ് എറിഞ്ഞ് പൊട്ടിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അവളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലടാ. എന്നാ പിന്നെ നിനക്കത് അവളോട് ചോദിച്ചുകൂടെ? റിച്ചി എന്തോ പറയാൻ തുടങ്ങിയതും പിറുപുറത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുന്ന മരിയയെ കണ്ടു. മരിയയുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ട് റിച്ചിയും പിന്നെയും പരസ്പരം ഒന്ന് നോക്കി. കയ്യിലിരിക്കുന്ന ഷർട്ട് ഒരു കൈകൊണ്ട് ചുരുട്ടിയും നിവർത്തിയും മരിയ തന്നെ ദേഷ്യം തീർക്കുന്നുണ്ട്. റിച്ചിയെ കണ്ടതും മരിയയുടെ ദേഷ്യം കൂടി. കയ്യിലിരിക്കുന്ന ഷർട്ട് മരിയ റിച്ചിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ബെന്നിച്ച, കൂട്ടുകാരോട് പറഞ്ഞേക്ക് ഷർട്ട് ഇടാതെ ഇനി ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. മരിയ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. റിച്ചി ഇതിപ്പോൾ എന്താ സംഭവം എന്ന രീതിയിൽ ബെന്നിയെ നോക്കി. ബെന്നി കൈമലർത്തി കാണിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. 2 മാസം വളരെ പെട്ടെന്ന് കടന്നുപോയി. ഈ 2 മാസവും മരിയയ്ക്ക് നല്ല രീതിയിൽ ഛർദിലുണ്ടായിരുന്നു. റിച്ചിയോടുള്ള മരിയയുടെ മനോഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. മരിയയുടെയും ബെന്നിയുടെയും കരഞ്ഞുട്ടൽ കാരണം കല്യാണി ആരും ശ്രദ്ധിക്കാതെയായി. മരിയയ്ക്ക് ഇപ്പോൾ 5-ാം മാസം തുടങ്ങി. കുറച്ച് വയറുണ്ട്. ഇപ്പോൾ ഛർദിലില്ല. ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഇപ്പോൾ കഴിക്കാം. എല്ലാവരും കൂടി രാവിലെ ആഹാരം കഴിക്കാൻ ഇരിക്കുവാണ്. മരിയ ആഹാരം കഴിക്കാതെ ഇരിക്കുന്നത് കണ്ട് ബെന്നി കാര്യം തിരക്കി. എന്തായാലും കഴിക്കുന്നില്ലേ? എനിക്ക് പുട്ട് വേണ്ട ബെന്നിച്ച. പിന്നെ എന്താ വേണ്ടത്? നല്ല ചൂട് തട്ടുദോശയും സാമ്പാറും വടയും. അത് കേട്ട ഉടനെ റിച്ചി ആഹാരം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു. കാര്യം മനസ്സിലായതുപോലെ മരിയ ബെന്നിയോട് പറഞ്ഞു. ബെന്നിച്ചായ മേടിച്ചുകൊണ്ട് വന്നാൽ മതി. വേറെ ആരും മേടിച്ചാലും ഞാൻ കഴിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് മരിയ ആരെയും നോക്കാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. റിച്ചി, സാരമില്ലടാ, എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായി. അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നീ വാങ്ങിക്കൊടുക്ക്. റിച്ചി അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. അതുകൊണ്ട് കല്യാണിയുടെ ചുണ്ടിൽ നിഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ബെന്നി മരിയയ്ക്ക് ആഹാരം മേടിക്കാൻ പുറത്തേക്ക് പോയി. വീണ് കിട്ടിയ അവസരം മുതലാക്കാൻ തന്നെ കല്യാണി തീരുമാനിച്ചു. മരിയ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് കല്യാണി റിച്ചിയുടെ റൂമിലേക്ക് സ്റ്റെപ്പ് കയറി. കല്യാണിയുടെ പരിങ്ങിലും പമ്മി മുകളിലേക്കുള്ള പോക്കും മരിയ ശ്രദ്ധിച്ചിരുന്നു. മരിയയും പതുക്കെ കല്യാണിക്ക് പുറകെ പോയി. റിച്ചി ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. ചെറുതായി മയങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണി റൂമിലേക്ക് വന്നൊന്നും റിച്ചി അറിഞ്ഞിരുന്നില്ല. കല്യാണി പതുക്കെ റിച്ചിയുടെ അടുത്തേക്കിരുന്നു. റിച്ചിയുടെ മുടികളിൽ പതുക്കെ തലോടി. റിച്ചിയുടെ നെറ്റിക്ക് അടുത്തേക്ക് മുഖം അടുപ്പിച്ചതും മരിയ കല്യാണിയെ വലിച്ച് എഴുന്നേൽപ്പിച്ച് കവളിൽ ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ കല്യാണി ബെഡിലേക്ക് വീണതും റിച്ചി ചാടി എഴുന്നേറ്റു. മരിയ റിച്ചിയെ നോക്കാതെ കല്യാണിയെ ബെഡിൽ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചു. ഇറങ്ങടി പുറത്ത്. മരിയ ദേഷ്യത്തിൽ കല്യാണിയോട് അലറിയതും റിച്ചി മരിയയും കല്യാണിയും മാറി മാറി നോക്കി. റിച്ചി അപ്പോഴാണ് കല്യാണിയുടെ കവളിലെ പാട് ശ്രദ്ധിക്കുന്നത്. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. മരിയ, നിനക്ക് എന്താ ഭ്രാന്താണോ? എന്തിനാ നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നേ? അതെ, എനിക്ക് ഭ്രാന്താ. എന്നെ ഭ്രാന്തിയാക്കിയത് നിങ്ങൾ ഒരാളാ. മരിയ പ്ലീസ്. മരിയ റിച്ചിയോട് ഒന്നും മിണ്ടാതെ കല്യാണിയെ ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് പോയി. കല്യാണി, സോറി, എന്നോടുള്ള ദേഷ്യത്തിനാ മരിയ തന്നോട് അങ്ങനെയൊക്കെ. താൻ മനസ്സിലൊന്നും വെക്കല്ലേ, അവളൊരു പാവമാടോ.
കല്യാണി പെട്ടെന്ന് ഋഷിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഋഷി ഒരു പകപ്പോട് കല്യാണിയെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. എനിക്ക് ഇച്ചായനെ ഇഷ്ടമാണ് മരിയ, ആ കുട്ടിക്ക് ഇച്ചായനെ ഇഷ്ടമല്ല, എനിക്കാ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഋഷിയുടെ കൈകൾ കല്യാണിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. മുഖമുയർത്തി ഋഷിയെ നോക്കി. കല്യാണി മുഖം കണ്ട് പേടിച്ച് തല താഴ്ത്തി. അപ്പം മോളെ ഇറങ്ങിക്കോണം ഈ നിമിഷം എൻ്റെ വീട്ടിൽ നിന്നും. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നവും കാണും. അത് മുതലെടുത്ത് എൻ്റെ ജീവിതത്തിൽ കയറിക്കൂടാമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഇച്ച നിർത്തടി. ആരടി നിന്റെ ഇച്ചായൻ? ഞാൻ പറഞ്ഞു നീ കേട്ടല്ലോ. ഇന്നത്തെ കൊണ്ട് മതി നിന്റെ ഇവിടുത്തെ സേവനം. ഇനി ഇവിടെ നിന്നാൽ ഋഷിയുടെ മറ്റൊരു മുഖം കൂടി നീ കാണും. പിന്നെ തിരിച്ചെത്തിയപ്പോഴേക്കും ഋഷിയുടെ റൂമിൽ നിന്ന് ബഹളം കേട്ട് അങ്ങോട്ടേക്ക് പോയി. ഋഷി, എന്താണ് പ്രശ്നം? എന്ത് ബഹളമാണിത്? താഴെ വരെ കേൾക്കാലോ. ബെന്നിയോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ കല്യാണിയുടെ കൈക്ക് പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുപോയി. നിനക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോ, ഇപ്പോൾ ഇറങ്ങിക്കോണം അവിടെ നിന്ന്. ബെന്നിയോട് ദേഷ്യം കൊണ്ട് കല്യാണി പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുവന്നു. ബെന്നി അവൾക്ക് പൈസയും കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഋഷി ബെന്നിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് മരിയയുടെ റൂമിലേക്ക് പോയി. വീട്ടിലിരിക്കുന്ന മരിയയുടെ അടുത്തേക്ക് ഋഷിയും ചെന്നിരുന്നു. മരിയ. ഋഷി മരിയയുടെ തൊഴിൽ കൈവച്ചുകൊണ്ട് വിളിച്ചത് മരിയ ഋഷിയുടെ കൈകൾ തട്ടിയെറിഞ്ഞു. മരിയ, ഒന്ന് പോയി തരാമോ? മരിയ, എനിക്കൊന്നും കേൾക്കണ്ട. എന്തിനാ നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? നിങ്ങൾ സ്നേഹിച്ചതോ? മതിയെ എനിക്ക്. പോ, എൻ്റെ മുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോ, കാണണ്ടേ എനിക്ക്. മരിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ഋഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പോയാൽ നിനക്ക് സന്തോഷമാകുമോ മരിയ? വല്ലാതെ ഇടറിയിരുന്നു ഋഷിയുടെ ശബ്ദം. മരിയ ഋഷിക്ക് മറുപടിയൊന്നും കൊടുത്തില്ല. മരിയ ഒന്ന് നോക്കിക്കൊണ്ട് ഋഷി മനസ്സിൽ പല തീരുമാനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. റൂമിൽ ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഋഷി വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോയി. സമയം ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. അപ്പോഴത്തെ സങ്കടത്തിന് ഋഷിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഋഷിയുടെ നിറഞ്ഞ കണ്ണുകൾ മരിയെ അസ്വസ്ഥമാക്കിയിരുന്നു. രാത്രി 11 മണിയായിട്ടും ഋഷി തിരിച്ചു വന്നില്ല. ബെന്നിയും മത്തായിച്ചിനും മാറി മാറി വിളിച്ചിട്ടും ഋഷി ഫോൺ എടുത്തില്ല. ആൻമോളെ, നീ എന്തെങ്കിലും ഒന്ന് കഴിക്ക്. ഇച്ചായനെ ഒന്നുകൂടി വിളിക്ക് ബെന്നിച്ച, എനിക്ക് പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അവൻ വരും. ഇച്ചായന് ഒത്തിരി വിഷമമായിട്ടുണ്ട്. എനിക്ക് കാണണം ഇച്ചായനെ, ഇപ്പോൾ കാണണം. മരിയുടെ കരച്ചിൽ കണ്ട് ബെന്നി വീണ്ടും ഋഷിയെ വിളിച്ചു. 2-3 തവണ വിളിച്ചതും ഋഷി ഫോൺ എടുത്തു. ഹലോ ഋഷി, നീ എവിടാ? നീ വീട്ടിലേക്ക് വാടാ. ഋഷി ഫോൺ എടുത്തെന്ന് മനസ്സിലായതും മരിയ ഋഷിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് സ്പീക്കറിലിട്ടു. ഞാൻ ഇനി അങ്ങോട്ട് ഇല്ലടാ. എൻ്റെ മരിയ കൊച്ചിനെ എന്നെ ഇഷ്ടമല്ല. എന്നോട് പറഞ്ഞു പോയിക്കോളാൻ. ഞാനില്ലെങ്കിൽ അവൾ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് എനിക്ക് അത് മതിയടാ. നീ എൻ്റെ മരിയ കൊച്ചിനെ നോക്കണേ. കരഞ്ഞുകൊണ്ടാണ് ഋഷി അത്രയും പറഞ്ഞത്. മരിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരിയ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ കോൾ കട്ടായിരുന്നു. മരിയ എങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ബെന്നി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. കരഞ്ഞുകൊണ്ട് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന മരിയയെ ബെന്നി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കരയിലെ മോളെ, നീ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. വയറ്റിലൊരു കുഞ്ഞുള്ളതാ. ബെന്നിച്ച, ഞാൻ അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞതാ. എനിക്ക് എൻ്റെ ഇച്ചായനോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് കാണണം ഇച്ചായനെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് മരിയ തറയിലേക്ക് വീണിരുന്നു. ബെന്നി ഓടിച്ചെന്ന് മരിയെ കൈകൾ കോരിയെടുത്തു സിറ്റിയിലേക്ക് കിടത്തി. മത്തായിച്ചൻ പെട്ടെന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ബെന്നിയുടെ കയ്യിൽ കൊടുത്തു. ബെന്നി മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ട് മരിയ എഴുന്നേറ്റില്ല. ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ബെന്നി പുറത്തേക്ക് ചെന്നപ്പോഴാണ് വണ്ടി റിച്ച് കൊണ്ടുപോയത് ഓർത്തത്. ബെന്നി പെട്ടെന്ന് അകത്തേക്ക് വന്നു. എന്താ ബെന്നി? വണ്ടി റിച്ച് കൊണ്ടുപോയിരിക്കുക. ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ബെന്നി ഋഷിയെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ബെന്നി ദേഷ്യത്തിൽ കയ്യിലുള്ള ഫോൺ താഴേക്ക് വലിച്ചെറിഞ്ഞു. ബെന്നി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആരെയെ വിളിച്ചു. നിമിഷങ്ങൾക്കകം ഒരു കാർ അവിടെ വന്നു നിന്നു. മരിയയുമായി അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ മരിയയെ പരിശോധിച്ചു. BP കൂടിയതാണ്. ട്രിപ്പ് തീർന്നാൽ പോകാമെന്ന് പറഞ്ഞു. ട്രിപ്പ് തീർന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് മരിയയും കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങി. മരിയയെ വീട്ടിലാക്കി ഉടൻ തന്നെ ബെന്നി ഋഷിയെ തിരക്കി ഇറങ്ങി. മാർക്കറ്റിലെ ഋഷിയുടെ ഗോഡൌണിലേക്കാണ് ബെന്നി പോയത്. ബെന്നിയുടെ പ്രതീക്ഷ പോലെ തന്നെ ഋഷി അവിടെ ഉണ്ടായിരുന്നു. നിനക്ക് എന്താടാ കോപ്പേ? ഫോൺ ഓഫ് ചെയ്ത് നീ ഇവിടെ ആരെ കാണാൻ വന്ന് കിടക്കുവാണ്? ബെന്നിയുടെ ദേഷ്യത്തിലൂടെ അരച്ചു കേട്ട് കണ്ണിന് കുറുകെ വെച്ചിരുന്ന കൈകൾ എടുത്തു മാറ്റി. ഋഷി എഴുന്നേറ്റു ബെന്നിയെ നോക്കി. ഋഷിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണി ബെന്നിക്ക് പോലും സങ്കടം തോന്നി. ഋഷിയുടെ കൂടെ ആയിട്ട് ഒരിക്കൽ പോലും ഋഷി ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ കണ്ടിട്ടില്ല. ഋഷി, എന്താടാ ഇന്ന് കോലവായി ഇത്? വാ, എഴുന്നേറ്റ് നമുക്ക് വീട്ടിൽ പോവാം. ഞാനില്ലടാ, ഞാൻ വന്നാൽ ശരിയാകില്ല. എന്നെ കണ്ടാൽ മരിയ അവൾക്ക് ദേഷ്യമാകും. നീ പോയിക്കോ. അതുകൊണ്ടാണ് അവൾ BP കൂടി ഹോസ്പിറ്റലായത്. എന്താ എൻ്റെ മരിയ കൊച്ചിനെ നീ എന്താ എന്നെ വിളിക്കാഞ്ഞേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. എപ്പോൾ തൊട്ട് നിന്നെ വിളിക്കുക? ഫോൺ ഓഫ് ചെയ്തിട്ട് അവൻ എന്നെ കുറ്റം പറയാൻ വന്നേക്കുന്നു. ബെന്നിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഋഷിയും ബെന്നിയും ഒരുപോലെ ഫോണിലേക്ക് നോക്കി. മത്തായിച്ചനാണ്. ഋഷിയോട് പറഞ്ഞുകൊണ്ട് ബെന്നി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഋഷിയെ കണ്ടു ബെന്നി. ഇവിടെ ഗോഡൌണിലുണ്ടായിരുന്നു. മരിയ പെട്ടെന്ന് മത്തായിച്ചിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ബെന്നിച്ച, ഇച്ചായനൊന്ന് കൊടുക്കുമോ? ഇന്ന് മരിയയാണ്. ബെന്നി ഋഷിക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മരിയ, ഇച്ചായൻ എവിടെയാ? വേഗം ഇങ്ങോട്ട് വാ. എനിക്ക് കാണണം.
മരിയ കൊച്ചെ കരയിലടാ, ഇച്ചായൻ ദാ വരുന്നു. ഫോൺ കട്ട് ചെയ്ത നിമിഷങ്ങൾക്കകം റിച്ചിയും വെന്നിയും അവിടെ എത്തി. പുറത്ത് വണ്ടി വന്ന സൗണ്ട് കേട്ട് മത്തായച്ചൻ വന്ന് ഡോർ തുറന്നു. മരിയ എന്തേ? അകത്തുണ്ട്, റൂമിലുണ്ട്. റിച്ചി താഴെ റൂമിലേക്ക് പോയി. അവിടെയല്ല, മുകളിലെ റൂമിലാണ്. റിച്ചി താഴെയുള്ള റൂമിലേക്ക് കയറുന്നത് കണ്ട് മത്തായച്ചൻ വിളിച്ചു പറഞ്ഞു. റിച്ചി മത്തായച്ചനെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിയോടെ മുകളിലേക്ക് റൂമിലേക്ക് പോയി. ബെഡിൽ മുട്ടിൽ മുഖം പോഴ്ത്തിരിക്കുന്ന മരിയയുടെ അടുത്തേക്ക് റിച്ചി ചെന്നിരുന്നു. മരിയ കൊച്ചെ, മരിയയുടെ മുടിയിൽ തലോടിക്കൊണ്ട് റിച്ചി വിളിച്ചതും റിച്ചിയുടെ ഇടത് കവളിൽ മരിയയുടെ കൈ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ആദ്യത്തെ പകപ്പ് മാറുന്നതിന് മുമ്പ് അടുത്ത കവളിൽ മരിയയുടെ കൈ പതിഞ്ഞിരുന്നു. എന്തിനാ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോയത്? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയാമോ? എന്നെ ഇട്ടിട്ട് പോകല്ലേ ഇച്ചായ. റിച്ചിയുടെ രണ്ട് കവളിലും മാറി മാറി അടിച്ചുകൊണ്ട് മരിയ പറഞ്ഞു നിർത്തിയതും റിച്ചി മരിയെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു. ഞാൻ പെട്ടെന്ന് അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞു പോയതാ. എനിക്ക് എൻ്റെ ഇച്ചായനല്ലേ ഉള്ളൂ. റിച്ചി ഇറുകെ പുണർന്നുകൊണ്ട് മരിയെ പറഞ്ഞു. ഇല്ലടാ, ഇച്ചായൻ എങ്ങും പോകില്ല. എൻ്റെ മരിയ കൊച്ചിനെ ഇട്ടിട്ട് ഇച്ചായൻ എങ്ങും പോകില്ല. മരിയുടെ മുടിയിലുകൾ തലോടിക്കൊണ്ട് റിച്ചി പറഞ്ഞു. കുറച്ചു നേരം ഇരുവരും അങ്ങനെ തന്നെ ഇരുന്നു. മരിയ കൊച്ചെ, എഴുന്നേൽക്ക്, എന്തെങ്കിലും കഴിക്കണ്ടേ? സമയം ഒരുപാടായി. എനിക്കൊന്നും വേണ്ട ഇച്ചായ, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കൊച്ചെ. നീ കഴിച്ചില്ലെങ്കിൽ എൻ്റെ മക്കൾ പട്ടിണിയായി പോകും. അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ? റിച്ചിയിൽ നിന്ന് മകന്നു മാറി മുഖം വെറുപ്പിച്ച് ചുണ്ടു പിളർത്തി പരാതി പറയുന്നവളെ കാണി റിച്ചി പൊട്ടിച്ചിരിച്ചു പോയി. റിച്ചിയുടെ ചിരി കണ്ട് മരിയെ ബെഡിൽ കിടന്ന പില്ലെടുത്ത് റിച്ചി എറിഞ്ഞു. എൻ്റെ മരിയെ കൊച്ചിന് തീരെ കുശുമ്പില്ലല്ലേ ഇച്ചായ? മതി ഇരുന്ന് ചിണുങ്ങിയത്. മത്തായച്ചൻ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതെടുത്ത് കൊണ്ടുവരാം. റിച്ചി അതും പറഞ്ഞ് താഴെ പോയി മരിയക്കുള്ള കഞ്ഞി എടുത്തു കൊണ്ടുവന്നു. കഞ്ഞി കുടിക്കാൻ മരിയ മടി കാണിച്ചത് കൊണ്ട് റിച്ചി തന്നെ കഞ്ഞി മുഴുവൻ മരിയയ്ക്ക് കോരി കൊടുത്തു. റിച്ചി പാത്രമെല്ലാം താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് മരിയയ്ക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ് എല്ലാം എടുത്തു കൊടുത്തു. മരിയ കിടന്നതും റിച്ചി റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ട് മരിയയ്ക്ക് അരികിൽ കിടന്നു. ചരിഞ്ഞു കിടക്കുന്ന മരിയയെ നോക്കി റിച്ചി കൈവിരിച്ച് കാണിച്ചതും മരിയ റിച്ചിയുടെ നെഞ്ച് തലതെറിച്ച് കിടന്നു. മരിയ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ ഇച്ചായ? മരിയ, ഞാനൊരു അനാഥനാണ്. വേണ്ട ഇച്ചായ, ഒന്നും പറയണ്ട. എനിക്കറിയാമല്ല. മത്തായച്ചനും ബെന്നിച്ചായനും എന്നോട് എല്ലാം പറഞ്ഞു. പിന്നെ എൻ്റെ ഇച്ചായൻ അനാഥനാണെന്ന് ആര് പറഞ്ഞു? ഞാനില്ലേ. ഇപ്പോൾ 4 മാസം കൂടി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ വരില്ലേ? അതുമാത്രമല്ല മരിയ, ഇനിയും എന്നെക്കുറിച്ച് അറിയാനുണ്ട്. എനിക്കറിയാം നിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പുരുഷൻ ഞാനാണെന്ന്. നിൻ്റെ മനസ്സിനും ശരീരത്തിനും അവകാശം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ ആദ്യമായി അറിയുന്ന പെണ്ണ് നീയല്ല മരിയ. പക്ഷെ നിനക്ക് ശേഷം റിച്ചി ആരെയും അറിഞ്ഞിട്ടില്ല. റിച്ചിയുടെ മനസ്സിൽ കയറിക്കൂടി ആദ്യത്തെ പെണ്ണ് നീയാണ്. നിന്നോളം മറ്റൊന്നിനും റിച്ചിയെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം അറിഞ്ഞ് പൂർണ്ണ മനസ്സോടെ നിനക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ മരിയ? ഇച്ചായ, മതി, കഴിഞ്ഞത് കഴിഞ്ഞു. റിച്ചിയുടെ ജീവിതത്തിൽ മുമ്പ് എന്ത് സംഭവിച്ചു എന്നത് എനിക്ക് പ്രശ്നമല്ല. അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. ഇച്ചായൻ പറഞ്ഞതുപോലെ ഈ റിച്ചിയുടെ മനസ്സിൽ ആദ്യം കയറിക്കൂടിയ പെണ്ണ് ഞാനാണ്. ഓരോ നിമിഷവും എന്നിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഈ കണ്ണുകൾ കാമത്തേക്കാൾ കൂടുതൽ ഞാൻ കണ്ട വികാരം പ്രണയമായിരുന്നു. റിച്ചിയുടെ പ്രണയം എന്നും എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.